നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. മക്കന അല്ലെങ്കിൽ ലോട്ടസ് സീഡ്സ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സീഡാണ് ലോട്ടസ് സീഡ്സ് അല്ലെങ്കിൽ ഫോക്സ് നട്ട്സ്, മക്കന എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ ഷുഗർ കുറയാനും വെയിറ്റ് ലോസിനും ഒക്കെ ഇത് നല്ലതാണ്. നമുക്കിത് ഇതുപോലെ ഫ്രൈ ചെയ്താണെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് വെച്ചിട്ടൊരു പായസമാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ സീഡ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മക്കന ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മക്കന വെച്ചിട്ട് നമുക്ക് വേറെയും റെസിപ്പികൾ തയ്യാറാക്കാം. നമുക്കിത് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അത് വെച്ച് സാലഡും ഒക്കെ തയ്യാറാക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തൊന്ന് ഉടയ്ക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പാകം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് എടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പകുതി ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ മക്കന അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള സാഫ്രണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മക്കന നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 8-10 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് സാഫ്രണും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നല്ല ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പാല് ചേർത്ത് വെച്ചിരുന്ന മക്കനയാണ്. അത് മക്കന നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സാഫ്രൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു യെല്ലോ കളറും ആയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആ പൊടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മക്കനയും കാഷ്യൂ നട്ട്സും കൂടെയുള്ള പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വരും. അത് തണുത്ത് കഴിയുമ്പം അല്പം കൂടി ഇത് നന്നായിട്ടൊന്ന് കുറുകിയിരിക്കും. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക മാത്രമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിതിവിടെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഒന്ന് അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.